ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിക്കാത്ത ഞാൻ എന്തുകൊണ്ട് ഇപ്പൊ പ്രതികരിക്കുന്നു എന്നുള്ള പറഞ്ഞിടത്തുനിന്ന് തുടങ്ങാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട സൈലത്തിൽ നിന്നുള്ള അവസാന വീഡിയോ ആണിത്. ഒരാളും ഇതിനപ്പുറത്തേക്ക് ഇനി എന്ത് ചെയ്യില്ല. സൈലത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സംസാരിക്കില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും നാളും പ്രതികരിക്കാൻ? എന്റെ ഫേസ് വെച്ചിട്ട് വേണ്ടാത്തൊരു പ്രാധാന്യം അതിന് കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നില്ല, താല്പര്യപ്പെടുന്നത്. എന്റെ ഫേസ് എനിക്കതിൽ എന്താണ് ഒരു പ്രാധാന്യം തോന്നിയിട്ടില്ല. കാരണം സൈലം എന്ന പ്ലാറ്റ്ഫോം എന്താണ് ചെയ്യുന്നതെന്നും സൈലം ഇത്രയും നാൾ എന്താണ് ചെയ്തതെന്നും കുട്ടികൾക്ക് വേണ്ടി എത്രത്തോളം ക്ലാസ് കൊടുക്കുന്നുണ്ടെന്നും കുട്ടികൾക്കറിയാം. അവരെ ഞാനത് പറഞ്ഞ് വീണ്ടും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അടുത്തൊരു എക്സാം കഴിഞ്ഞ്, മോഡൽ എക്സാം കഴിഞ്ഞ്, ഫൈനൽ എക്സാം എഴുതുമ്പോൾ കുട്ടികൾക്ക് അത് കൃത്യമായി എന്ത് ചെയ്യാൻ അറിയാം. അത് ഞാൻ വന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാൻ. പിന്നെ എന്തുകൊണ്ട് ഇപ്പം ചെയ്യുന്നു? കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ചാനൽ പ്രത്യേകിച്ച് ഒരു റീച്ചുമില്ല. അവൻ്റെ 2 വീഡിയോ, മുമ്പത്തെ വീഡിയോ 200 വ്യൂ ഒക്കെ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീഡിയോ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇട്ടു. ഒരു തവണ ഇട്ടു, അതിന് റീച്ച് അത്യാവശ്യം കിട്ടി തുടങ്ങി. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ വീണ്ടും എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു വീഡിയോ ഇടാൻ തുടങ്ങുന്നു. ഞാനതുമായി ബന്ധപ്പെട്ട് ഒരു സാധനവും സംസാരിച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു 5 ലക്ഷം രൂപ എനിക്ക് തന്നെന്നും ഇത് പൂട്ടിക്കുമെന്നുള്ള രീതിയിൽ ആരൊക്കെ അഭിപ്രായപ്പെട്ടു എന്നും പറഞ്ഞ് മുഖമില്ലാത്തൊരു ചാനലിൽ നിന്ന് വീഡിയോ ഇടാൻ തുടങ്ങി. അതിന് നന്നായി റീച്ച് കയറുന്നു എന്നോട് ഒരുപാട് പേര് വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ഞാനത് പ്രതികരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് സംസാരിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ഇല്ലെങ്കിൽ ഞാനിത് പറയുകയുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഞങ്ങളുടെ പണി വൃത്തിയിലെടുത്ത് പോവുകയാണ്. അത് അങ്ങനെ തന്നെയേ ഞങ്ങൾ മുമ്പോട്ട് പോകുള്ളായിരുന്നു. ഞങ്ങൾ ഒരു സാധനവും പ്രതികരിക്കാൻ ഞാൻ വരില്ലായിരുന്നു. ഇനി അവനുള്ള മറുപടി, ആ മുഖമില്ലാത്ത ആൾക്കുള്ള മറുപടി ഞാൻ അവസാനം പറയും. അവസാനത്തേക്ക് എത്തുന്നവരെ ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾ അവനൊന്ന് വെയിറ്റ് ചെയ്യുക. ഇല്ലേ അത് അറിയേണ്ടവരൊന്ന് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം, 5 ലക്ഷം രൂപ, അതാണ് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇട്ടതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 5 ലക്ഷം രൂപ ആർക്കോ ഞാൻ കൊടുത്തു എന്നോ എന്നൊക്കെ ഉള്ള രീതിയിലാണ്, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ആ വീഡിയോ എന്ന് പറയുന്നത്. ഇവിടെ 1 രൂപ ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ടോ ഞങ്ങൾ ആർക്കും കൊടുക്കാനും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടുമില്ല. അത് ഞങ്ങളെ അറിയാവുന്നവർക്ക് കൃത്യമായി അറിയാം. കാര്യം സൈലത്തിന്റെ ക്ലാസ് എന്താണെന്ന് നമുക്ക് പറയുന്നതിന് മുമ്പായിട്ട് പറയാം. എടാ, ഈ 5 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കോടിക്കണക്കിന് രൂപ, കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്താണെങ്കിൽ കോടിക്കണക്കിന് രൂപ ഞാൻ ഹാപ്പിനെസ് പ്രൊജക്ട് എന്ന പേരിൽ കേരളത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ 5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ അതേ ചെയ്യുള്ളൂ. കാര്യം ഞങ്ങൾ സത്യസന്ധമായി ഇത്ര നാൾ വന്നാൽ, അതുകൊണ്ടാണ് ഞങ്ങൾ വളരുന്നത്. സത്യസന്ധത ഇല്ലാത്തടത്തും മറ്റൊരാളെ ദ്രോഹിക്കുന്നിടത്തും വളർച്ച ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ആ ഒരു ഐഡിയോളജി എനിക്ക് ഇത് തുടങ്ങുമ്പോൾ, ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എനിക്കത് എന്നെ വളർത്തിയതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ ആരെയും ദ്രോഹിക്കത്തില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി കൊടുക്കാനല്ലാണ്ട് ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. അപ്പം ആ വീഡിയോയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ കൊടുത്തു, ആർക്കോ കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്, ആർക്കോ കൊടുക്കാൻ വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് രീതിയിലാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, തെളിവുണ്ടെങ്കിൽ തെളിവ് നിങ്ങൾ എന്ത് ചെയ്യണം, കാണിക്കണം. ഇനി അങ്ങനെ ആ ഒരു നേതാവിനോട് ഞാൻ എനിക്ക് പറഞ്ഞിരിക്കട്ടെ, ആരോടെങ്കിലും, അയാളത് കൊണ്ടുപോയി എന്ത് ചെയ്യും, പുറത്തു വിടൂലേ? അല്ലാതെ ഈ പറഞ്ഞ ആളുടെ കയ്യിലായിരിക്കും കൊണ്ട് തെളിവ് കൊടുക്കുന്നത്. അത് ഉടനെ എന്ത് ചെയ്യും, വാർത്തയിൽ വരും, ഇങ്ങനെ പുറത്തു വരും. അങ്ങനെയൊന്നും പുറത്തു വരുന്നില്ല. ഒരു തെളിവും ഇല്ലാത്തൊരു കാര്യത്തെ പ്രത്യേകിച്ച് ചുമ്മാ എയറിലിട്ടിട്ട് എന്ത് ചെയ്യുക, ഒരു ഡീവിയേഷൻ ഉണ്ടാകുക. പിന്നെ സൈലം എന്ന പേരും അവിടെ പറഞ്ഞില്ല. പക്ഷേ ഈ ചാനൽ എന്ത് ചെയ്യാണ്, സൈലം എന്നുള്ള രീതിയിൽ അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, അപ്പം 5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു ബുദ്ധിമുട്ടുന്ന ആൾക്ക് എന്ത് ചെയ്യും, അത് കൊടുക്കും. അത് എന്നെ അറിയാവുന്നവർക്ക് അറിയാം. അവർക്ക് വേണ്ടിയേ ഞാനത് എന്ത് ചെയ്യുള്ളൂ. ചില എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആദ്യം ഇനി തുടർന്നുകൊണ്ടിരിക്കും. അതൊന്നും തടയാൻ ഇവിടെ ആർക്കും പറ്റൂല. അത് കൃത്യമായി ഞാൻ എന്ത് ചെയ്യും. എൻ്റെ ഹാപ്പിനെസ് പ്രൊജക്റ്റ് എനിക്കത് സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ള. അങ്ങനെ ഒരു കാര്യം സൈലത്തിൽ നിന്ന് ഒരാളും ചെയ്തതായിട്ട് എനിക്ക് 100% ഉറപ്പാണ്, ആരും ചെയ്യുകയില്ല. ഇനി ഞാനതിനകത്ത് ചെയ്തെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ. അതൊന്നും ഇല്ല. ചുമ്മാ ഏറി ചേർത്തിട്ട് എന്ത് ചെയ്ത് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറേ സ്റ്റേറ്റ്മെന്റുകൾ. രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ സൈലം വാസസ് കുറേ നാളായിട്ടുള്ള കാര്യമാണ്. അതൊരു വിക്ടിം കാർഡ് കളിയാണത്. എന്തിനും സൈലത്തിന്റെ പേരെടുത്തിട്ടാൽ സൈലം ഒരു കോർപ്പറേറ്റ് ആണ്. അതുകൊണ്ട് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഒരാളെ തകർക്കാൻ നോക്കുന്നുള്ളത്. സൈലം ഒരു സാധാരണ രീതിയിൽ തുടങ്ങി ഇപ്പോഴും സാധാരണക്കാർക്ക് വേണ്ടി നിൽക്കുന്ന, സാധാരണക്കാർ ജോലി ചെയ്യുന്ന 3000 പേര് ജോലി ചെയ്യുന്നുണ്ട്. സാധാരണ കുട്ടികൾ പഠിക്കുന്ന, ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്, അതും സാധാരണക്കാരായ. അപ്പൊ അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അത് ഇന്നും അങ്ങനെ തന്നെ പോകണമെന്നും, ഇനി എത്ര കൊല്ലം കഴിഞ്ഞാൽ, ഇനി ഞാനിവിടെ ഉള്ളിടത്തോളം കാലം, അത് എത്ര കൊല്ലമാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ ആയുസ്, എനിക്ക് ആവതുള്ള ഇത്രയും ഒരു 10-25 കൊല്ലമായിരിക്കാം ചിലപ്പോൾ എനിക്ക് ആവുക. അത്രയും കാലം അങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം അത് അങ്ങനെ തന്നെ ആയിരിക്കും. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള, സാധാരണക്കാർ ജോലി ചെയ്യുന്ന, സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും സൈലം. അതാണ്. അപ്പോൾ സൈലത്തിനെ ഒരു കോർപ്പറേറ്റ് ആയിട്ട് ചിത്രീകരിച്ച് ഒരു സാധനം പറഞ്ഞാൽ അതിനൊന്നാമത് റീച്ച് കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്,
അപ്പോൾ ഒരു വിക്ടിം കാർഡ് കളിക്കാൻ വേണ്ടിയാണ് പലരും ഇത് കുറേ നാളുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ അതിനകത്ത് എന്ത് ചെയ്യാൻ പോകുന്നില്ല, അഭിപ്രായം പറയാൻ പോകുന്നില്ല. കോർ കാര്യം എന്താ, ഇത് ഈ സമയത്ത് കിട്ടുന്ന ഒരു റീച്ചിന് വേണ്ടി ആളുകൾ ഉപയോഗിക്കും. ഒന്ന് കാര്യം അതിന് വ്യൂ കിട്ടുക, അതിന് റീച്ച് കിട്ടുക, പൈസ കിട്ടുക, അതിന് വേണ്ടി ഉപയോഗിക്കും. പക്ഷെ എൻ്റെ കോർ ഉദ്ദേശം എന്ന് പറയുന്നത് അതല്ല. കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് കൊടുക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, അവർക്കൊരു ലൈഫിൽ ഏറ്റവും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയം, ഒരു എക്സാം സമയമോ അല്ലെങ്കിൽ അവരുടെ 10ാം ക്ലാസ്സോ +2 പോലെയുള്ള സമയങ്ങളിൽ അവരെ ജയിപ്പിച്ചത് ഞങ്ങളാണെന്ന് അവരെന്ത് ചെയ്യും, ഓർത്തു വെക്കും. അവരെ സഹായിച്ചത് ഞങ്ങളാണെന്ന് വേണ്ടി, ചെറിയ രീതിയിലെങ്കിലും സഹായിച്ചത് ഞങ്ങളാണെന്ന് അവർ ഓർത്തു വെക്കും. അത് മാത്രം, അതിനു വേണ്ടിയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്. 51 യൂട്യൂബ് ചാനലിലാണ് ക്ലാസ് കൊടുക്കുന്നത്, 1-2 യൂട്യൂബ് ചാനലല്ല. ഈ പറയുന്ന ആളുകളുടെ 1-2 യൂട്യൂബ് ചാനൽ, 51 യൂട്യൂബ് ചാനലിലായിട്ട് സൈലം ക്ലാസ് 1, 2 ഈ പറയുന്ന IAS വരെയുള്ള ക്ലാസ്സുകൾ സൈലം കൊടുക്കുന്നത്. പറഞ്ഞു മനസ്സിലായി. അപ്പം അതുകൊണ്ട് ഈ കോർപ്പറേറ്റ് കളിയൊന്നും ഞങ്ങളുടെ സ്റ്റുഡൻസിനിടയിൽ നടക്കില്ല. അവർക്കറിയാം ഞങ്ങൾ എന്താ ചെയ്യുന്നത്, ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് എത്ര മണിക്കൂറുകളാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാം. അതിലേക്കാണ് ഞാൻ വരുന്നത്, മണിക്കൂറുകൾ. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സൈലത്തിന്റെ ലൈവ് എടുക്കുന്ന ഞാൻ, എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ പ്ലേസ് ചെയ്യാം. 7 മണിക്കൂറും 6 മണിക്കൂറും ഒക്കെ കണ്ടിന്യൂസ് നിന്ന് പഠിപ്പിക്കാൻ ഞാൻ പുറത്ത് ഒരു ബ്രേക്ക് 5 മിനിറ്റ് പോലും ബ്രേക്ക് എടുത്തിട്ടുണ്ടാവില്ല. ഞാൻ എൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, എൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ തന്നെയാണ്, ഇതിനേക്കാൾ കഷ്ടപ്പെടുന്ന ആളാണ് സൈലത്തിലെ ടീച്ചേഴ്സ് എല്ലാവരും. മണിക്കൂറുകളോളം ടോയ്ലറ്റിൽ പോലും പോകാൻ, ഈ 7.5 മണിക്കൂർ ടോയ്ലറ്റിൽ പോകാതെ ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾ. അല്ലാതെ 20-30 മിനിറ്റ് വീഡിയോയിൽ നാളെ വരുന്ന ചോദ്യം പറഞ്ഞു കൊടുക്കാനല്ല സൈലം എന്ത് ചെയ്യുന്ന ക്ലാസ് നടത്തുന്നത്. അങ്ങനെ സൈലത്തിന് പോപ്പുലാരിറ്റി ഉണ്ടായതല്ല. ഞങ്ങൾ മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും എന്ത് ചെയ്യുക, ക്ലാസ് എടുക്കുക. അതൊന്നും തടയാൻ ഇവിടെ ആർക്കും പറ്റൂല, അതൊന്നും പൂട്ടിക്കാനും ഇവിടെ ആർക്കും പറ്റില്ല. അല്ലാതെ ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവന്നിട്ട് കൊടുക്കാനൊന്നും ഞങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അത് ഞങ്ങളെ അറിയാവുന്നവർക്കറിയാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, സൈൽ എന്താ ചെയ്യുന്നത്, ഒരു എക്സാം വരുന്നു, 2 മാസം മുമ്പ് ഞങ്ങൾ എന്ത് ചെയ്യും, ക്ലാസ് തുടങ്ങും. 1 മാസം മുമ്പ് വീണ്ടും അതിൻ്റെ അടുത്ത് എന്ത് ചെയ്യും, അടുത്ത സ്ട്രെച്ച് ഓഫ് ബാച്ച് ക്ലാസ്സസ് തുടങ്ങും. ഏത്, യൂട്യൂബ് ചാനലിൽ. ഞങ്ങൾ 10 ദിവസം 15 ദിവസം മുമ്പാണെങ്കിൽ 15 ഡേയ്സ് ചലഞ്ച് ഉണ്ടാവും, 10 ഡേയ്സ് ചലഞ്ചുകൾ ഉണ്ടാവും, മാരത്തോണുകൾ ഉണ്ടാകും, ഏർലി മോർണിംഗ് ബൂസ്റ്റേഴ്സ് ഉണ്ടാവും. ഇത്രയും ക്ലാസ്സുകൾ കൊടുക്കും. ഇതിലാവുമ്പോഴത്തേക്കും ചാപ്റ്ററിൽ വരാവുന്ന എല്ലാ ചോദ്യങ്ങളും ഞങ്ങൾ പഠിപ്പിക്കും. ഞങ്ങൾ മിനിമം 250-300 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ പല രീതിയിൽ ഡിസ്കസ് ചെയ്യും. നീറ്റിനെയൊക്കെ ജയിലെ കാര്യം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ടൈപ്പ് ഓഫ് ചോദ്യമേ വരുള്ളൂ. കാര്യം കുട്ടിക്ക് ഫുൾ മാർക്ക് മേടിക്കുന്ന കുട്ടികളുണ്ട്. എങ്ങനെ ഫുൾ മാർക്ക് മേടിക്കുക, അതിൽ നിന്ന് വരാവുന്ന എല്ലാ ചോദ്യങ്ങളും പഠിച്ചിട്ട് പോകുന്ന കുട്ടികളാണ്. ഇതെല്ലാം പഠിപ്പിക്കാന്നുള്ളത് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അല്ലാതെ ഞങ്ങൾ വന്നിട്ട് ഇത് വരും ഇത് മാത്രം വരുള്ളൂ എന്ന് ഞങ്ങൾ ഇതുവരെ പറയില്ല. അത് ഞങ്ങളെ അറിയാവുന്നവർക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അറിയാം. അപ്പൊ ടീച്ചേഴ്സിന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. അത്ര കുത്തിയിരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പൊ അത് ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് എനിക്ക് പറയണമെന്ന് തോന്നിയോട് പറയാണ്. ഇനി സൈലത്തിന്റെ സ്റ്റുഡൻസ് കുറയുന്നത് കൊണ്ട് സൈലം തകർക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന്, ഈ പ്ലാറ്റ്ഫോമുകളെ തകർക്കാൻ വേണ്ടി സൈലം ഇത് ചെയ്യുന്നതാണ്, സൈലം വിട്ട ആളുകളാണ് അത് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ കുറെ ആളുകൾ ഇങ്ങനെ അടിച്ചിറക്കുന്നുണ്ട്. അതൊരു വിക്ടിം ഇമോഷണൽ കളി തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, സൈലത്തിലെ ബാച്ചിന്റെ കുട്ടികൾ ഒട്ടും കുറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഇയറിൽ 2.5 lakh സ്റ്റുഡൻസ് ആണ് ആപ്പിൽ പഠിച്ച പലതും. 2.5 lakhs. ഇത്തവണ ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ഇയർ ആണ്, കഴിഞ്ഞ ഇയർ മാത്രം, കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ മാത്രം ഇത് ഷിഫ്റ്റ് ചെയ്തത് 6 lakhsലേക്കാണ്. 6 lakhs, 6 ലക്ഷം കുട്ടികളാണ് ചേർന്ന്. ഈ പ്രാവശ്യം അടുത്ത ബാച്ചിൽ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയും ലക്ഷം കുട്ടികളിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഏകദേശം 40% കുട്ടികൾ ഇപ്പോൾ ഓൾറെഡി അടുത്ത ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ജോയിൻ ചെയ്തവർക്കറിയാം, ബാച്ചിലുള്ളവർക്കറിയാം. അത്രയും നന്നായി പഠിപ്പിക്കുന്നുണ്ട് ബാച്ച്, നല്ല ടീച്ചേഴ്സിന്റെ ക്ലാസ്സസ്, അത്രയും ഫീച്ചേഴ്സ് ഉണ്ട് സൈലന്റ് ലേണിംഗ് ആപ്പിൽ കുട്ടികൾക്ക്. അത്രയും സപ്പോർട്ട് ഉണ്ട് ഞങ്ങൾ, അത്രയും അധികം ടെക്നിക്കൽ സപ്പോർട്ട് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടാണ് ആ പ്ലാറ്റ്ഫോം റൺ ചെയ്ത് പോകുന്നത്. അത് ഇനിയും അടുത്ത വർഷം അതിൽ കൂടുകയുള്ളൂ. ഞങ്ങൾ പുതിയ കാറ്റഗറികൾ ആരംഭിക്കുന്നു, പുതിയ CA, ACCA, CMA, നീറ്റ്, JEE പോലെയുള്ള കാര്യങ്ങളെല്ലാം ആരംഭിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുട്ടികൾ കൂടുന്നേ ഉള്ളൂ. ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, സൈലം കോമ്പറ്റീഷൻ നടത്തുന്ന സൈലത്തിനെതിരെ തന്നെയാണ്. സൈലം ഒരാൾക്കും എതിരെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. ഞങ്ങളുടെ കാര്യം ഓരോ വർഷവും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ കോമ്പറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നീറ്റിലുള്ള കുട്ടികൾക്കൊക്കെ അറിയാം, സൈലം നീറ്റുമുണ്ട്, സൈലം വേറൊരു നീറ്റ് ചാനൽ തുടങ്ങിയിട്ട് ഇവിടെ 2 സെറ്റ് ഓഫ് ടീച്ചേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊണ്ടുവരുന്നത്. ഈ 2 ടീച്ചേഴ്സ് തമ്മിൽ എന്ത് ചെയ്യാണ്, ബെസ്റ്റ് കണ്ടന്റ് ഡെലിവർ ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, അവർ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റീവായി കുട്ടികൾക്ക് വേണ്ടി ചെയ്യാണ്. ഞങ്ങളോടാണ് എന്ത് ചെയ്യുന്നത്, കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് എന്തില്ല, ഈ പറയുന്ന കാര്യം ബാച്ച് സ്റ്റുഡന്റ് കുറയുന്നത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും ഒരു പൊട്ട കാര്യമാണെന്ന് എനിക്ക് പറയേണ്ടത്. കാരണം സൈലത്തിന്റെ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നെറ്റിൽ അവൈലബിൾ ആണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എടുത്ത് നോക്കാവുന്നതാണ്. സൈലത്തിന്റെ കുറവാണോ വന്നത്, സൈലത്തിൽ കൂടുതലാണോ വന്നതെന്നുള്ളത്. ഞാനിങ്ങനെ എന്ന് പറയുമ്പോൾ അതെല്ലാം പബ്ലിക്കിൽ അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വെറുതെ വന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തല്ലാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായി എല്ലാ വർഷവും ടാക്സ് അടയ്ക്കുകയും കൃത്യമായി GST പേ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് സൈലം. അപ്പൊ അതുകൊണ്ട് തന്നെ സൈലത്തിനെ കുറിച്ച് അത് പറയുമ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ വാസ്തവമുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഈ ജമ്പൊക്കെ അവിടെ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇനി സൈലത്തിന്റെ ഫോക്കസ് എന്താണ്? ഇതൊന്നും അല്ല ഞങ്ങളുടെ ഫോക്കസ്. JEE റിസൾട്ട് വന്നു, 3 കൊല്ലം കൊണ്ട് ഏറ്റവും മികച്ച റിസൾട്ട്. ഇന്നലെ CA ഫൗണ്ടേഷൻ റിസൾട്ട് വന്നു. ഓൾ ഇന്ത്യ റാങ്ക് ഫസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ തവണ. അതേ മാർക്കാണ് കഴിഞ്ഞ ഈ ടോപ്പർക്ക് ഇന്നലെ വന്നത് CA ഫൗണ്ടേഷൻ. നീറ്റ് വരുന്നു. നീറ്റിൽ കഴിഞ്ഞ തവണത്തെ റിസൾട്ടിനേക്കാൾ ബെറ്റർ റിസൾട്ട് ആക്കാൻ വേണ്ടിയുള്ള വർക്കിലാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ഏറ്റവും ടോപ്പ് റിസൾട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന തിരക്കിലാണ്. ഞങ്ങൾക്ക് ഇതിനു വേണ്ടി മറുപടി പറയാൻ വരാൻ സമയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേണ്ടതെന്ന് വെച്ചത്. കാര്യം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ പണി വൃത്തിയിലെടുത്തോണ്ടിരിക്കുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക. അത് ഇന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. സഹായിക്കാൻ പറ്റില്ലെന്ന് ദ്രോഹിക്കരുത്, ഇനി സഹായിക്കാൻ പറ്റുന്നിടത്ത് സഹായിക്കുക. ഇതാണ് എൻ്റെ ഐഡിയോളജി. ആ ഐഡിയോളജിയിൽ പോകുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ നിൽക്കുള്ളൂ. ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എനിക്ക് പറയാനുള്ളത്, ആ വീഡിയോ ഇട്ട ആളോട് ഞാൻ ഡീഫമേഷൻ കേസ് കൊടുക്കും. എൻ്റെ പേരോ ആവശ്യമില്ലാത്ത സ്ഥാപനത്തിന്റെ പേരോ ഉപയോഗിച്ചാൽ എല്ലാവർക്കും എതിരെ ഞാൻ കേസ് കൊടുക്കും. കേസ് കൊടുത്തിട്ട് ആ കേസ് എക്സ്ട്രീമിലി ഞാൻ എന്ത് ചെയ്യും, ഞങ്ങളൊരു നാഷണൽ പ്ലാറ്റ്ഫോമാണ്. തമിഴ്നാടും കർണാടകയും തൊട്ട് നിങ്ങൾക്കറിയാം നാഷണലി ഉള്ള BW ഉൾപ്പെടെ ആളുകളുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഞങ്ങളുടെ പേര് ആവശ്യമില്ലാതെ, എൻ്റെ പേര് പ്രത്യേകിച്ച് ഇനി ആവശ്യമില്ലാതെ ആരെങ്കിലും വലിച്ചഴക്കുകയോ ഫോട്ടോ വെക്കുകയോ ചെയ്താൽ, നീ മുഖമില്ലാതിരുന്ന ചാനലിൽ നിന്ന് വീഡിയോ ഇടുന്നതുകൊണ്ടാണ് നീ അത് കാണുന്നതെന്ന് വിചാരിക്കരുത്. അവിടെ ഇരുന്നിട്ടാൽ ഞാൻ ഡീഫമേഷൻ കേസ് കൊടുക്കും എല്ലാവർക്കും എതിരെ. ഞാൻ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. ആവശ്യമില്ലാതെ എന്ത് ചെയ്താൽ വലിച്ചഴിച്ചാൽ നമ്മൾ ഡീഫമേഷൻ കേസ് കൊടുക്കും. കാരണം ഞങ്ങൾ ഇത്രയും നാളായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്രതികരിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾ ചെയ്യും. ദാറ്റ് ഈസ് എ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഞങ്ങൾ എന്താണെന്നും ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങൾ ഇവിടെ തന്നെ കാണും. ഞങ്ങളെ പൂട്ടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട്, പൂട്ടിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇതാണ് തമ്മിലല്ല, പൂട്ടുമോ, പൂട്ടിക്കും. അപ്പൊ കുട്ടികൾ പേടിക്കുക, ക്ലാസ് എങ്ങനെ കിട്ടും, ഇനി അവർക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുന്നു? ലക്ഷക്കണക്കിന് കുട്ടികളാണ്. ഏകദേശം ഒരു ദിവസം ലൈവിൽ മാത്രം വരുന്ന 4 ലക്ഷത്തോളം കുട്ടികളാണ് പല ചാനലിലായിട്ട്. 60,000, 40,000, 50,000 ഒക്കെ ആയിട്ട്. അപ്പം അവരെല്ലാം പേടിക്കും. അവരെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പൂട്ടൊന്നുമില്ല. ഇത് എത്ര കൊല്ലം ഇവിടെ അക്കാഡമിക്കലായിട്ട് ക്ലാസ്സുകളുണ്ട്, അത്രയും കൊല്ലം ഇവിടെ ഉണ്ടാവും സായാലും. അതിൽ എനിക്കൊരു സംശയമില്ല. കാരണം ഞങ്ങൾ അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്, ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ഞങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ കമന്റ് ബോക്സ് നോക്കിയാൽ മതി, കുട്ടികൾ പറഞ്ഞു തരും എന്താണെന്നുള്ളത്. അത് അവർക്കറിയാം. ഞങ്ങളെ കണ്ട് പഠിച്ച് രക്ഷപ്പെട്ടു പോയവരും രക്ഷപ്പെടുന്നവരും ഇപ്പോൾ അത് ഉപയോഗിക്കുന്നതുമായ ആളുകൾ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ എന്താണെന്നുള്ളത്. അത് അവിടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ദിസ് ഈസ് എ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്, ദിസ് ഈസ് എ ഫൈനൽ വീഡിയോ. ഇനി ഒരാളും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനൊന്നും എന്ത് ചെയ്യില്ല, സൈലത്തിൽ നിന്ന് വരില്ല. That's it. Thank you. All the best.